ഒരുപാട് സന്തോഷിക്കാനൊന്നുമില്ല. മുടി കൊഴിഞ്ഞ് കൊഴിഞ്ഞ് അങ്ങ് മൊട്ടച്ചി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെയർ പാക്ക് ഇടാം. അമ്മ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈരും കൂട്ടി അങ്ങോട്ട് അടിച്ചു. ഉള്ളിൽ ഇത്രയും സങ്കടം വെച്ചിട്ട് എന്തിനാ ഞാൻ ഈ ചിരിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നൊന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ലൈറ്റ് ഓഫ് ആക്കി ഓൺ ആക്കിയിട്ടൊക്കെ ഉണ്ട്. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ചില്ലറ മുടി കൊഴിച്ചിലൊന്നുമല്ല, മാരക മുടി കൊഴിച്ചിൽ തന്നെയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ കയ്യിൽ മുടി പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് അങ്ങോട്ട് തേക്കാം, തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. ചില ആൾക്കാർ പറയുന്നത് മുടി കൊഴിച്ചിലിനൊക്കെ കാരണം നമ്മൾ മര്യാദയ്ക്ക് പ്രോപ്പർ കെയർ ചെയ്യായിട്ടാണെന്ന്. അതായത് ഈ ഹെയർ പാക്ക് ഇടുക, ഹെയർ മാസ്ക് ഇടുക, നല്ല ഇടയ്ക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, സോ ആൻഡ് സോ. എന്നാൽ മറ്റു ചിലർ പറയുന്നതോ നമ്മൾ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ഈറ്റിംഗ് ചെയ്യുക എന്നൊക്കെയാണ്. എന്തായാലും മുടീൻ്റെ കാര്യമല്ലേ, നമുക്ക് രണ്ടും കേട്ടാളാം. ഇല്ലെങ്കിൽ ഉടനെ തന്നെ മൊട്ടച്ചിയാവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഞാനിപ്പോൾ എന്തിനാണ് ഇടുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ നോക്കണ്ട, എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട്. കോൾഡ്, ചുമ, കഫക്കെട്ട്, ത്രോട്ട് പെയിൻ എന്ന് വേണ്ട എല്ലാവിധ അസുഖങ്ങളും പനി ഒഴിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു ഹെയർ പാക്ക് ഇടാൻ എനിക്ക് ഇൻസ്പയർ ആയത് നേരത്തെ പറഞ്ഞ മുടി കൊഴിച്ചിലാണ്. വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തന്നെയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. ഇതിപ്പോൾ മുടി കൊഴിച്ചിൽ കണ്ടിട്ട് ടെൻഷൻ അടിച്ച് ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകുമെന്നാണ് എൻ്റെ പേടി. അയ്യോ, ആ ഹോപ്പ്ഫുള്ളി അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. നിങ്ങളും ഹെയറൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. അങ്ങനെ വൺ സൈഡ് ഓൾമോസ്റ്റ് തേച്ച് ഫുള്ളാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡും കൂടി അങ്ങോട്ട് തേച്ച് തീർക്കാം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലിലൊക്കെ ഓർമ്മ വന്നു വരും, അഥവാ കുതിരവൽ. അങ്ങനെ ബാക്കി വന്ന കുതിരവലിലും ഞാൻ വാരി തേച്ച് ബാക്കി കെട്ടി കുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1 hour ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഷാമ്പൊക്കെ ഇട്ട് പതപ്പിച്ച് അങ്ങോട്ട് കുളിക്കാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി മുടി കൊഴിച്ചിലൊക്കെ കുറയുന്ന പ്രതീക്ഷയോടെ ബൈ.